പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളായിരിക്കുന്ന ദൈവവചന പഠനത്തിൻ്റെ 33-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ അബ്രഹാമിനോടുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നതായിരിക്കുന്ന വിഷയങ്ങൾ ചിന്തിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രികാലം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആഹാർ കടന്നു വരുന്നു എന്നുള്ളതായിരിക്കുന്നതായ ചിന്തയുമായിട്ടാണ് ഇന്ന് രാത്രികാലം പഠനവുമായിട്ടാണ് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനായി എല്ലാ പ്രിയപ്പെട്ടവരെ ഈ തിരുവചന പഠനത്തിലേക്ക് ഹാർദവുമായിരിക്കുന്ന സ്വാഗതം പറയുന്നു. അല്പ നിമിഷം ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പിന്നെ ആഹാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ആഹാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന പേരിട്ടു. ആഹാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു എന്ന ഇവിടെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ തിരുവചനം നമുക്ക് വായിപ്പാനിടയായിരുന്നു. സാറായി ആഹാറിനെ അബ്രഹാമിന് കൊടുത്തു എന്ന ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നുണ്ട്. അവൾ തൻ്റെ യജമാന സ്ത്രീയുടെ അരികത്തു നിന്ന് ഓടിപ്പോയി എന്നുള്ളതായിരിക്കുന്നതായ വിഷയവും ഈ അധ്യായത്തിൽ കാണും. ഒരു ദൈവദൂതൻ തിരികെ അയക്കപ്പെടുന്നത് ഈ തിരുവചനത്തിൻ്റെ 15-ാമത്തെ വാക്യങ്ങളിൽ കാണുന്നു. ഇസ്മായേൽ ജനിച്ചതും ഇങ്ങനെ 4 വിഷയമാണ് ഈ 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചിന്താവിഷയം, പഠന വിഷയം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആഹാർ കടന്നു വരുന്നു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കാം. അബ്രഹാമിൻ്റെ ഭാര്യ ആയിരിക്കുന്ന സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ സാറായിയുടെ ജീവിതത്തിൽ പുത്ര ഉത്ബോധന ശക്തി ഇല്ലാത്തതായിരിക്കുന്ന, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മച്ചി എന്നുള്ളതായിരിക്കുന്ന നിലകളിലാണ് നമുക്ക് കാണുവാൻ ഇടയാക്കുന്നത്. എന്നാൽ അവൾക്ക് ആഹാർ എന്ന് പേരുള്ളതായിരിക്കുന്ന ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എന്ന ദാസനായിരിക്കുന്ന, അഥവാ യജമാനനായിരിക്കുന്ന അബ്രഹാമിനോട് തൻ്റെ ഭാര്യയായിരിക്കുന്ന സാറായി പറയുകയാണ്, യഹോവയായ ദൈവം എൻ്റെ ഉദരം അഥവാ അടച്ചിരിക്കുന്നു എന്നാണ് സാറായി ഇവിടെ അബ്രഹാമിനോട് പറയുവാനിടയായത്. ആർക്ക ഒരു തലമുറ ജനിക്കണമെന്ന്, അത് എവിടെ ജനിക്കണമെന്ന്, ഏത് ദേശത്ത്, ഏത് രാജ്യത്ത്, ഏത് മാതാപിതാക്കന്മാരാൽ ജനിക്കണമെന്ന് തീരുമാനിക്കുന്നത് യഹോവയായ ദൈവമാണ്. കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യേക വ്യക്തിയാണ് മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നിൽ പിണ്ണാകാരമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ എവിടെ ജനിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ആർക്ക് ജനിക്കണമെന്ന്
തീരുമാനിക്കുന്നത് ദൈവമാണ്. ഇവിടെ സാറായുടെ വാക്കുകള് എത്ര ശ്രദ്ധേയമാണ്. സാറായി പറയാണ്, യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. അബ്രാഹാമിനോട് സാറായി പറയാണ്, യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നു, എന്റെ ഉദരം അടച്ചിരിക്കുന്നു. യഹോവ വാദിച്ചാൽ ആർക്കും അതിനെ എന്ത് ചെയ്യാനോ ഒഴിക്കുവാൻ കഴിയത്തില്ല. പിന്നെ എന്ത് ചെയ്യാണ്? യഹോവയായ ദൈവം ബാധിച്ചാൽ യഹോവയായ ദൈവം തന്നെ എന്ത് ചെയ്യണം? അത് മാറ്റണം, ആ ബാധ ഒഴിക്കണം. മറ്റുള്ളായിരിക്കുന്ന ഒരു ദേവന്മാർക്കോ ദേവിമാർക്കോ ഈ ലോകത്തുള്ളായിരിക്കുന്നതായ ഒരു ദൈവങ്ങൾക്കോ ഏത് മന്ത്രവാദങ്ങൾക്കോ ആഭിചാരങ്ങൾക്കോ ശുദ്രങ്ങൾക്കോ ശുദ്ര പ്രയോഗ ശക്തികൾക്കോ എന്തില്ല, അതിനെ ഒഴിപ്പാൻ കഴിയത്തില്ല. യഹോവയായ ദൈവം ബാധിച്ചാൽ അതെന്ത് ചെയ്യണം? ആ ബാധ യഹോവയായ ദൈവം തന്നെ അത് ഒഴിക്കണം. അതുകൊണ്ടാണ് സാറായി ഇവിടെ അബ്രഹാമിനോട് പറയാണ്, പ്രൈസലോ, യഹോവയായ ദൈവം എന്റെ ഉദരത്തെ അടച്ചിരിക്കുന്നു, എനിക്കെന്തില്ല, നിനക്ക് ഒരു മകനെ ഒരു മകളെ തരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്കൊരു മകൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറായുടെ വാക്ക് കേട്ടനുസരിച്ച അബ്രഹാം എന്തിയാണ്? കനാൻ ദേശത്ത് പാർത്ത ഏകദേശം 10 സംവത്സരത്തോളവും 10 വർഷത്തോളവും അബ്രഹാം എന്തിയാണ്? കനാൻ ദേശത്ത് പാർത്തു വരുമ്പോൾ ദൈവസനിൽ ആ സംവത്സരം കഴിഞ്ഞപ്പോൾ കനാൻ ദേശത്ത് പാർത്തു വരുമ്പോൾ ഇവിടെ അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറായി മിസ്രൈം ദാസിയായിരിക്കുന്ന ഹാഗാറിനെ തന്റെ ഭർത്താവായിരിക്കുന്ന അബ്രഹാമിനോട് ഭാര്യയായി പറയുകയാണ്, നീ അവിടെ അടുത്തേക്ക് കടന്നു ചെല്ലണം. ഹാഗാറിന്റെ അടുക്കൽ ചെന്ന് അബ്രഹാം കടന്നു ചെന്ന് അവളെ പരിഗ്രഹിച്ചതിന്റെ ഫലമായിട്ട്, അഥവാ ദാസിയെ പരിഹരിച്ചതിന്റെ ഫലമായിട്ട് ഹാഗാർ എന്തിയാണ്? ഗർഭം ധരിച്ചു എന്ന ദൈവവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. താൻ ഗർഭം ധരിച്ചു എന്ന അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നയായി തീർന്നു. ആരാ നിന്നയായി തീർന്നു? അബ്രഹാമിന്റെ സ്വന്തം ഭാര്യയായിരിക്കുന്ന സാറായി എന്ത് ചെയ്യാണ്? ഹാഗാറിന്റെ കണ്ണിൽ നിന്നയായി തീരുവാനിടയായി. അബ്രഹാം എന്ത് ചെയ്യാണ്? ആ കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും കടന്നു വരുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നായിരിക്കുന്നതായ ഈ സാറായിയെ പല പ്രാവശ്യങ്ങള് ആ ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടി പരിഗ്രഹിച്ചുവെങ്കിൽ തന്നെയും എന്തില്ല, ഒരു തലമുറയെ കാണാതെ ഭാരപ്പെട്ടപ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുന്നുണ്ട്, എന്റെ ഭവനത്തിൽ ജനിച്ചവനായിരിക്കുന്ന ഇലയാസറായിരിക്കുമോ എന്റെ അനന്തരാവകാശി? ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞു, ദൈവീയ അരുളപ്പാട് പറഞ്ഞു, വാഗ്ദത്തം നിവർത്തി നീ കാണും. അതുകൊണ്ട് നിന്റെ ആ ഭവനത്തിൽ ജനിച്ചതായിരിക്കുന്ന ഇലയാസർ ഒരിക്കലും നിന്റെ അനന്തരാവകാശി ആകത്തില്ല. പിന്നെയോ നിന്റെ ഉദരത്തിൽ നിന്നും തന്നെ നിനക്കെന്ത് ചെയ്യാണ്? അനന്തരാവകാശി വരുമെന്നുള്ളതായിരിക്കുന്ന ദൈവിക അരുളപ്പാടുകൾ, ദൈവിക വാഗ്ദത്തങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്? തലമുറയെ കാണാതെ ഭാരപ്പെട്ട നിർജീവ അവസ്ഥകളിലേക്ക് വാർദ്ധക്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ സാറായി പറഞ്ഞതിന്റെ ഫലമായിട്ട് അബ്രഹാം ഹാഗാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവളെ പരിഗ്രഹിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഇതാ ഹാഗാർ ഗർഭവതിയായി എന്നാണ് വായിപ്പാനിടയാന്ന. ഹാഗാർ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ ഹാഗാറിന് എന്ത് ചെയ്യാണ്? യജമാനത്തി അവിടെ കണ്ണിന്റെ മുൻപിൽ നിന്നയായി തീർന്നു. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീയാണ് ഉത്തരവാദി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ മാത്രയിൽ നീ എന്ത് ചെയ്യാണ്? ഹാഗാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനിടയായി, അവളെ പരിഗ്രഹിപ്പാനിടയായി. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ അന്യായത്തിന് നീ ഉത്തരവാദി. ഇപ്പോൾ എന്ത് ചെയ്യാണ്? പ്ലേറ്റ് മറിയുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുവാനിടയാ നീയാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുവാനിടയായി. അതുകൊണ്ട് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസിയായ
നിന്റെ മാർവിടത്തിൽ തന്നു. എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നതുകൊണ്ട്, എന്നാൽ താൻ ആ ഗർഭം ധരിച്ച പ്രൈസലോ എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പ്രൈസലോ സാറായി പറയുകയാണ്. ഇവിടെ എന്ത് ചെയ്യാണ്? എന്റെ ജീവിതത്തിലെ കുറവുകള്, എന്റെ ജീവിതത്തിലെ പോരായ്മകള് ഞാൻ എന്ത് ചെയ്യാണ്? എന്നോടൊപ്പം വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി നിലകൊണ്ടതായിരിക്കുന്നതായ നിന്നെ എന്ത് ചെയ്യാണ്? എന്റെ ദാസിയുടെ മധ്യത്തിലേക്ക് അയച്ചതിന്റെ ഫലമായിട്ട് എന്താണ്? അവൾ ഗർഭം ധരിക്കുകയും ഞാൻ അവളുടെ കണ്ണിന് മുമ്പേ നിന്നയായി തീരുവാനിവിടെയായി. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് പ്രകാരമാണ്, കണ്ണിന് നിന്നയായി യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് സാറായി പറഞ്ഞു. അതിന് അബ്രഹാം സാറായിയോട് പറയുന്നത് ഇപ്രകാരമാണ്. അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, പ്രൈസലോ, നിന്റെ ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളുടെ ആ കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട ഓടിപ്പോയി എന്ന് വായിക്കുന്നു. അപ്പോൾ സാറായി എന്തിയാണ്? ആഹാറിനോട് കാഠിന്യം നിമിത്തമായിട്ട് അവളെ ഉപദ്രവിപ്പാനും, അവളെ അപമാനിക്കുവാനും, അവളെ നിന്ദിക്കുവാനും, അവളെ ഉപദ്രവിപ്പാനും എല്ലാം തുടങ്ങിയപ്പോൾ ആറായി എന്തിയാണ്? ആഹാർ പ്രൈസലോ അബ്രഹാമിന്റെ കൂടാരം വിട്ട, യജമാനനെ വിട്ട, ദാസിയെ വിട്ട ഓടുവാനിടയായി. അങ്ങനെ ഓടി അവർ മരുഭൂമിയിൽ കടന്നു ചെന്നു എന്നാണ് വായിക്കുന്നത്. അബ്രഹാം ഒരു തുരുത്തി വെള്ളവും ഒരപ്പ കൃഷ്ണവും കൊടുത്തു. എന്നാൽ മരുഭൂമിയിൽ അപ്പവും തീർന്നു, വെള്ളവും തീർന്നു എന്നുള്ളതായിരിക്കുന്ന അവസ്ഥകൾ കടന്നു വന്നപ്പോൾ അല്പമായിരിക്കുന്ന ഒരു നീരുറവയുടെ അവസ്ഥയ്ക്ക് വേണ്ടി ആഹാര ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ തുടങ്ങി. എനിക്ക് ആ പൈതലിന്റെ കണ്ണുനീർ കാണണ്ട, കരച്ചിൽ കേൾക്കണ്ട. ഒരമ്പുപാട് ദൂരെ പൈസലോ കൊണ്ട് പൈതലിനെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തിയിട്ട് മാറിയിരുന്ന് കരയുന്നതായിരിക്കുന്ന ആറിനെ കണ്ടുകൊണ്ട് സർവശക്തനായ ദൈവം പൈതലിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് സർവശക്തനായ ദൈവം തന്റെ ദൂതനെ അയപ്പാനിടയായി. ആഹാരേ, നിനക്ക് ഇവിടെ കാര്യം എന്താ? ഇവിടെ കരച്ചിലിന്റെ മധ്യത്തിൽ, കണ്ണുനീരിന്റെ മധ്യത്തിൽ, പൈതലിന്റെ കണ്ണുനീരിന്റെ മധ്യത്തിൽ ആവയായ ദൈവം മരുഭൂമിയിൽ ഒരു നീരുറവ തുറക്കുവാനിടയായി. പൈതലിനെ കുടിപ്പിക്കുകയും അവൾ ആ നീരുറവിൽ നിന്ന് കുടിക്കുകയും ആ തുരുത്തിൽ വെള്ളം സ്വരൂപിക്കുകയും ചെയ്യുവാനിടയായി. എന്നാൽ ദൂതൻ പറയുന്നത്, പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികെ വച്ചു തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായിരിക്കുന്ന ആഹാരേ, നീ ഇവിടെ നിന്നു പൈസലോ വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായുടെ വീട് വിട്ട് ഓടിപ്പോരുന്നു എന്ന് പറയുവാനിടയായി. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് നീ എന്തിയാണ് അവൾക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് ആ ദൂതൻ അവളോട് പറയുവാനിടയായി. യഹോവയുടെ ദൂതൻ പിന്നെ ഇവിടെ വായിക്കുന്ന എങ്ങനെയാണ്? യഹോവയുടെ ദൂതൻ പിന്നെ അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. ഇതാ യഹോവയായ ദൈവം അബ്രാഹാമിനോടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവിക അരുളപ്പാടാണ്, ദൈവത്തിന്റെ ഉടമ്പടിയാണ്. അതുകൊണ്ട് സന്തതി ജനിക്കുന്നതിന് മുമ്പ് അബ്രഹാമിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്നതായ ഈ ദാസിയായിരിക്കുന്ന ആഹാറിൽ നിന്നും ജനിച്ചിരിക്കുന്നതായിരിക്കുന്ന ഉദരത്തിൽ ആയിരിക്കുന്നതായിരിക്കുന്ന ഈ പ്രൈസലോ ആഹാറിനോട്, ഇസ്മായേലിനോട് സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവം ഉടമ്പടി ചെയ്യാണ്, ഞാൻ നിന്റെ സന്തതിയെയും ഏറ്റവും വർദ്ധിപ്പിക്കും. അത് എണ്ണിക്കൂടുവാൻ വണ്ണം
പെരുപ്പമുള്ളതായിത്തീരും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കും. ഇവിടെ ദൂതൻ യഹോവയായ ദൈവം ഇവിടെ പറയാണ്, ആകാറിനോട് പറയാണ്, നിന്റെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നതായിരിക്കുന്ന നിന്റെ തലമുറ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാണ്? ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. ആഹാറിനെ കാണുന്നവനായ സർവശക്തനായ ദൈവത്തെ മരുഭൂമിയിലും എന്തിയാണ് ആഹാർ കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഈ 33-ാമത്തെ എപ്പിസോഡിൽ എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കാണുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ ഭവനത്തെയും കാണുന്നവനായ ദൈവമാണ്. അവൻ നിന്റെ ഭവനത്തെയും നിന്റെ തലമുറയെയും അനുഗ്രഹിപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. എന്താറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബെർലോഹോയി രോയി എന്ന പേരായി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാകുന്നത്. പിന്നെ ആഹാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ആഹാർ പ്രസവിച്ച തന്റെ മകന് അബ്രാം ഇസ്മായേൽ എന്നു പേരിട്ടു. സ്തോത്രം. വാഗ്ദത്ത സന്തതിയെ സർവശക്തനായ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ ദാസിയുടെ മകനായിരിക്കുന്ന ആഹാറിലൂടെ ജഡിക സന്തതിക്ക് അബ്രഹാം ജന്മം നൽകുവാൻ ഇടയായി. ആഹാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നുവെന്ന ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാകുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പാദപീഠങ്ങളിലായിരിക്കുന്ന ഈ ദൈവജനമേ, നിത്യത മുതൽ നിത്യത വരെ ഉള്ളതായിരിക്കുന്ന എപ്പിസോഡിന്റെ 33-ാമത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന തിരുവചനം അബ്രഹാമിന്റെ ജീവിതത്തിൽ സാറായി കടന്നു വരികയും സാറായെ പരിഗ്രഹിച്ചതിന്റെ ഫലമായിട്ട് അബ്രഹാമിന് ഒരു ജഡീയ സന്തതി ഇസ്മായേൽ ജനിക്കുകയും ചെയ്തു. തുടർന്നുള്ളായിരിക്കുന്നതായ വചന പഠനത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ദൈവനാമത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്തിൽ ഞാൻ വിരമിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനാഥ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവേ, നിത്യത മുതൽ നിത്യത വരെ ഉള്ളായിരിക്കുന്ന ദൈവവചന പഠനത്തിന്റെ 33-ാമത്തെ ഭാഗത്ത് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അതിനായി ഞങ്ങൾ എങ്ങനെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ അദർശക്കരങ്ങളിലേക്ക് കർത്താവെ കേൾക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യുന്നതായിരിക്കുന്നതിന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ പഠനമായി തീരുവാൻ ദൈവമോട് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തർക്കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. സ്വർഗം ഒരുപോലെ ഇവിടെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. മാനവ മൗത്വം നെടുക്കുമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അവിടെ അനുഗ്രഹിക്കുമാറാണ്.